എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് +1 ഫിസിക്സിലെ ചാപ്റ്റർ 3യിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ പ്രോബ്ലമാണ് നമ്മളിവിടെ സോൾവ് ചെയ്യുക. എക്സാമ്പിൾ 3.4. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വേയിലാണ്. അപ്പം നമ്മളിവിടെ ഒരു എളുപ്പ വഴിയിലൂടെ ഇതിനെ സോൾവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 3.4. ക്വസ്റ്റ്യൻ ഞാനത് വായിക്കാം. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s from the top of a multi-story building. The height of the point from where the ball is thrown is 25 meters from the ground. And then the first question, how high will the ball rise? Second question, how long will it be before the ball hits the ground? നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഗ്രാവിറ്റേഷന്റെ വാല്യൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 10 m/s² എന്ന് എടുക്കാൻ. അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് സോൾവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹൗ ഹൈ ദ ബോൾ വിൽ റൈസ്, അതായത് എ എന്ന പോയിന്റിൽ നിന്നും ബോൾ മുകളിലോട്ട് എറിയുവാണ്. അപ്പോൾ എത്ര ദൂരം വരെ ആ ബോൾ ചെല്ലും, അതായത് ബി വരെ ചെല്ലുന്ന ദൂരം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പത്തിൽ പറഞ്ഞാൽ എ ടു ബി എന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കിയെടുക്കണം. എ സി എന്ന് പറയുന്നതാണ് നമ്മളുടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്. സി മുതൽ എ വരെയുള്ള ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് 25 മീറ്റർ. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്നും മുകളിലേക്ക് ബോൾ എറിയുന്നു. അത് ബി വരെ ചെല്ലുന്നു. അതായത് ബി വരെ ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി 0 ആകുന്ന പോയിന്റ് ആണ് ബി. ആ സമയത്ത് അത് താഴോട്ടേക്ക് പോരും. ഫൈനൽ വെലോസിറ്റി 0 ആവുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ആദ്യം എ മുതൽ ബി വരെ പോകുന്ന സമയം കണ്ടെത്താം. കാരണം അത് നമുക്ക് ഈ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴി ഉത്തരം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അറിയാം v ഈസ് ഈക്വൽ ടു u പ്ലസ് AT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. മോഷന്റെ 3 ഇക്വേഷൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു u പ്ലസ് AT. അപ്പൊ ഇതിനകത്ത് നമുക്ക് v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് b എന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി. അത് ഞാൻ 0 ആണെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. കാരണം മുകളിലോട്ട് എറിയുന്ന ഏതൊരു വസ്തുവും വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി 0 ആകുമ്പോഴാണ് താഴോട്ട് പോവുക. അപ്പോൾ അത് 0 m/s ആണ്. പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി 20 m/s ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20 m/s. അപ്പം നമുക്ക് 20 m/s എന്ന് എഴുതാം. 20 m/s എന്ന് എഴുതി. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 10 m/s². പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ സൈൻ എന്തായിരിക്കും എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലോട്ട് എറിയുകയാണ്, മുകളിലോട്ടാണ് എറിയുക. മുകളിലോട്ട് എറിയുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആണ്. അതേസമയം ബി എന്ന പോയിന്റിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് എറിയുകയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആയിരുന്നേനെ. അപ്പോൾ 10 m/s² എന്ന് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. മുകളിലേക്കാണ് എറിഞ്ഞത്. അപ്പം മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ സൈൻ നെഗറ്റീവ് ആകും. അപ്പൊ നമുക്കിവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ അവിടെ -10 m/s² എന്ന് കൊടുക്കേണ്ടിയിരിക്കുന്നു. -10 m/s² എന്ന് കൊടുക്കാം. സോറി, -10 m/s എന്ന് കൊടുക്കാം. അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആണ്, ടൈം. നമുക്ക് അവിടെ T1 എന്ന് കൊടുക്കാം. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് പോകുന്ന സമയമാണ് T1 എന്ന് പറയുക. അപ്പോൾ T1 എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ 2 സെക്കൻഡ് എന്നാണ് കിട്ടുക. അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് 0 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ +20 -20 ആകും. -20 m/s എന്ന് പറയുന്നത് -10 m/s² ഇൻറ്റു T1 ഈക്വൽ ആണ്. മൈനസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മൈനസ് കട്ട് ചെയ്ത് പോയി. 10ന്റെ മൾട്ടിപ്പിൾ സെക്കൻഡ് ആണ് 20. അപ്പം 10 × 2 20. അപ്പം നമുക്ക് 2 എന്ന് എഴുതാം. അപ്പം നമുക്ക് T1 ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിന്റെ ആദ്യത്തെ ഭാഗം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇനി നമുക്കറിയാം ഒരു ഇക്വേഷൻ, S ഈസ് ഈക്വൽ ടു u പ്ലസ് A, S ഈസ് ഈക്വൽ ടു
ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. s is equal to ut plus half at square. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമുക്കിവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുക്കാം. അതിനുശേഷം ടൈം t1 ടൈം നമ്മൾ കണ്ടുപിടിച്ചു 2 സെക്കൻഡ് 2 എന്ന് കൊടുക്കാം. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ പറഞ്ഞു -10 എന്ന് വേണം എടുക്കാൻ, കാരണം അത് മുകളിലേക്കാണ് എറിയുക. അപ്പം -10 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കാം. ടൈം സ്ക്വയർ അത് എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അപ്പം 2 ഇൻറ്റു 2 4. അപ്പം നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 20 മീറ്റർ എന്നാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ ഉത്തരം കിട്ടി. അതായത് എ മുതൽ ബി വരെ ഉള്ള ദൂരം, അതായത് മുകളിലേക്ക് എറിഞ്ഞ ബോൾ 20 മീറ്റർ വരെ മുകളിലോട്ട് പോകും. 20 മീറ്റർ വരെ പോയിട്ട് അത് നേരെ താഴോട്ടേക്ക് പോരും. അതായത് സി എന്ന് പറയുന്ന ഗ്രൗണ്ട് പോയിന്റ് വരെ അതിങ്ങി പോരും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഉത്തരങ്ങളെല്ലാം കിട്ടി. 20 മീറ്റർ കിട്ടി. അതാണ് നമ്മൾ ചോദിച്ചിരുന്നത്. 20 മീറ്റർ ആ ഹൈറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. ഇതിന്റെ രണ്ടാം ഭാഗം ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. അതായത് ഈ ബോള് എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലെത്തി, ബി എന്ന പോയിന്റിൽ നിന്നും സി എന്ന ഗ്രൗണ്ട് പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ്. ഹൗ ലോങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയത്തെയാണ്. ഹൗ ലോങ് എത്ര നേരം. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലെത്തി, ബി എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് HAB, ഹൈറ്റ് ഫ്രോം എ ടു ബി. അത് നമുക്ക് എത്ര കിട്ടി? 20 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഹൈറ്റ് ഫ്രോം ബി ടു സി കണ്ടുപിടിക്കണം. എങ്കിലേ നമുക്ക് ഇതിന്റെ സമയം എടുത്താൻ പറ്റുള്ളൂ. കാരണം സമയം എടുക്കുന്ന എല്ലാ ഇക്വേഷൻ്റെ അകത്തും ഹൈറ്റും ചോദിക്കും. അപ്പം HBC എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. HBC എത്രയാണ്? HBC എന്ന് പറയുന്നത് HBA പ്ലസ് HAC എന്നാണ്, അല്ലെ? HBC എന്ന് പറയുന്നത് AB എന്ന ദൂരവും AC എന്ന ദൂരവും കൂട്ടുന്നതാണ് HBC. HBA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 20 മീറ്റർ ആണെന്ന്. HAC എന്ന് പറയുന്നത് എത്ര ദൂരമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുമുണ്ട്. അത് 25 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണെന്ന് കിട്ടി. 45 മീറ്റർ ആണെന്ന് കിട്ടി. ഇനി HBCയുടെ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മുടെ അടുത്തുണ്ട്. ആ ഇക്വേഷനകത്തോട്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 മീറ്റർ ആണ്. നിങ്ങൾ എപ്പോഴും അതിന്റെ യൂണിറ്റും കൂടെ എഴുതുന്നതായിരിക്കും എപ്പോഴും നല്ലത്. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോറി, യു എന്ന് പറയുന്നത് എന്താണ്? യു എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടുന്നാണ് താഴെ വീഴുക. ബി എന്ന പോയിന്റിലെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ പോയിന്റിൽ നിന്നും താഴോട്ട് വീഴുമ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബി എന്ന പോയിന്റിലെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ബോൾ എറിഞ്ഞപ്പോൾ ബി എന്ന പോയിന്റിലാണ് അതിന്റെ വെലോസിറ്റി 0 ആയത്. ആ വെലോസിറ്റി 0 ആയപ്പോൾ ആ ബോൾ അവിടെ മുകളിലോട്ട് പോകുന്നു നിന്നു, ശേഷം അത് താഴോട്ട് പോകും. ആ ബി എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലോട്ടാണ് താഴോട്ട് പോയത്. അപ്പോൾ ബി എന്ന പോയിന്റിലെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പൊ 0 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു ടൈം, അത് 0 ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. പിന്നെ ഹാഫ് ഇൻറ്റു AT സ്ക്വയർ. എ എന്ന് പറയുന്നത് എന്താണ്? -10 ആണ്. സോറി, -10 അല്ല, +10. കാരണം അത് താഴോട്ടാണ് വീഴുന്നത്. ബി എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് താഴേക്ക് വീഴുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആണ്. അപ്പൊ +10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇൻറ്റു ടൈം സ്ക്വയർ. ടൈം സ്ക്വയർ എത്രയാണ്? നമുക്കറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ടൈമിനെ നമുക്ക് T2 എന്ന് കൊടുക്കാം. T2 സ്ക്വയർ. ഈ
ടിയും T2 തന്നെയാണ്. പക്ഷേ അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, കാരണം 0 × T2 0 ആണ്. അപ്പോൾ 45 മീറ്റർ ഈസ് ഈക്വൽ ടു ഈ 2ഉം 10ഉം കൂടെ വെട്ടിപ്പോയാൽ നമുക്കിവിടെ 5 എന്ന് എഴുതാൻ പറ്റും. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ T² എന്ന് പറ്റും ഇൻറ്റു T². ഈ 5ഉം 45 നമുക്ക് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ T² ഈസ് ഈക്വൽ ടു 9 സെക്കൻഡ് എന്ന് വരും. അതായത് T എന്ന് പറയുമ്പോൾ 3 സെക്കൻഡ് എന്ന് കിട്ടും. ഈ T എന്ന് പറയുന്നത് T2 ആണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് B എന്ന പോയിന്റിൽ നിന്നും C എന്ന പോയിന്റിലേക്ക് താഴേക്ക് വീഴുമ്പോഴുള്ള ടൈം, അത് 3 സെക്കൻഡ് ആണെന്ന് കിട്ടി. A എന്ന പോയിന്റിൽ നിന്നും B എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ആണെന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ആണ്. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് T1 2 സെക്കൻഡ് ആണ്, T2 3 സെക്കൻഡ് ആണ്. അപ്പോൾ 5 സെക്കൻഡ് ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ രണ്ടാമതെടുത്തിരിക്കുന്ന പ്രോബ്ലം ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം ആണ്. എക്സസൈസ് 3.7 ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 trains A and B of length 400 meter each are moving on 2 parallel tracks with a uniform speed of 72 km/h in the same direction with A ahead of B. The driver of B decides to overtake A and accelerates by 1 meter per second square. If after 50 seconds the guard of B just brushes past the driver of A, then what was the original distance between them? അപ്പോൾ നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ അർത്ഥം ബിയും എയും 2 ട്രെയിനാണ്. രണ്ടിന്റെ നീളം 400 മീറ്റർ ആണ്. രണ്ടും ഒരേ സ്പീഡിലാണ് പൊക്കോണ്ടിരുന്നത്, ഒരേ ഡയറക്ഷനിൽ. പക്ഷെ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ച് ബി ട്രെയിനിന്റെ ഡ്രൈവർ എ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് തമ്മിലുണ്ടായിരുന്ന ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി ട്രെയിന് ഏതാണ്ടൊരു സി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് എ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ ബിയും എയും തമ്മിലുണ്ടായിരുന്ന ഒറിജിനൽ ഡിസ്റ്റൻസ്, ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒറിജിനൽ ഡിസ്റ്റൻസ് എത്രയാണെന്നാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്യുന്ന പോയിന്റ് സി ആണ്. അപ്പോൾ ബി എന്ന ട്രെയിന് ആദ്യം ഉണ്ടായിരുന്ന ഈ പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് എത്താൻ എടുത്ത ദൂരം എന്ന് പറയുന്നത് എസ് ബി എന്നും എടുക്കുകയാണ്. എസ് ബി എന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എസ് ബി. ഇനി എ എന്ന ട്രെയിന് സി എന്ന പോയിന്റിൽ എത്തിയപ്പോഴാണ് ബിക്ക് പുറകിലായി പോയത്, അതായത് ബി എനെ ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോൾ എ എന്ന ട്രെയിന് സി വരെ പോകാനെടുത്ത ദൂരം എന്ന് പറയുന്നത് എസ് എ ആണ്. അപ്പൊ ഞാനതിനെ ഇവിടെ എസ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്, ഇവർ തമ്മിലുണ്ടായിരുന്ന ആദ്യത്തെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ചില മോഡിഫിക്കേഷൻസ് വരുത്താനുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് 72 km/h എന്നാണ് യൂണിഫോം സ്പീഡ്, അതായത് വെലോസിറ്റി. പക്ഷെ ബാക്കിയെല്ലാം തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡിലുമാണ്. അപ്പൊ നമുക്ക് ഈ 72 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതിന് നമുക്ക് 72 × 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ എന്ന് പറയുന്ന ട്രെയിന് സഞ്ചരിച്ച എസ് എ എന്ന ഡിസ്റ്റൻസ് കണക്ക് കൂട്ടാം. എസ് എ ഈസ് ഈക്വൽ ടു, നമുക്ക് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കാം. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈം എന്ന് പറയുന്നത് 50 സെക്കൻഡ് ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ആഫ്റ്റർ 50 സെക്കൻഡ്. അപ്പോൾ 50 സെക്കൻഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് തന്നിട്ടില്ല, ടൈം എന്ന് പറയുന്നത് 50 സെക്കൻഡ് തന്നിട്ടുണ്ട്.
നമ്മൾ ആക്സലറേഷൻ ഒക്കെ കണ്ടുപിടിച്ച് അത് ചെയ്ത് കഴിയുമ്പോൾ അത് തെറ്റായി പോകും. കാരണം ഇവിടെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, യൂണിഫോം സ്പീഡ് എന്ന്. അപ്പൊ യൂണിഫോം സ്പീഡിന്റെ പ്രത്യേകത എന്താ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിക്ക് ആക്സലറേഷൻ ഇല്ല. ആക്സലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. കോൺസ്റ്റന്റ് ആണെങ്കിൽ ചേഞ്ച് ഇല്ല. അപ്പോൾ എ എന്ന് പറയുന്ന ട്രെയിനിന്റെ ആക്സലറേഷൻ 0 m/s² ആണ്. അത് തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പോൾ എസ് എ എന്ന് പറയുന്നത് വെറും ut എന്ന് മാത്രം മാറുകയാണ്. അപ്പൊ u എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പൊ 20 m/s ഇൻറ്റു 50 സെക്കൻഡ്, അതായത് എത്ര വരും? 1000 എന്ന് വരും അല്ലേ? 1000. അത് 1000 മീറ്റർ സഞ്ചരിക്കുന്നു. എ എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് 1000 മീറ്റർ എ ട്രെയിൻ സഞ്ചരിക്കുന്നു. ഇനി ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ ട്രെയിൻ ബി, എസ് ബി എന്ന് പറയുന്നത് എത്രയാ? അതിന് നമുക്ക് ഈ ഇക്വേഷൻ തന്നെ എടുക്കാം, ut പ്ലസ് ½ u എന്ന് പറയുന്നത് 20 m/s ആണ്. അത് എല്ലാ ട്രെയിനിനും ഒരേ യൂണിഫോം സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു 50 സെക്കൻഡ് പ്ലസ് ½ ഇവിടുത്തെ ആക്സലറേഷൻ 1 m/s² ആണ്. കാരണം എ എന്ന ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ബി എന്ന ട്രെയിനിന്റെ ഡ്രൈവർ 1 m/s² ആക്സലറേഷൻ നടത്തിയത്. അപ്പം അവിടെ 1 എന്ന് കൊടുത്തു, 1 m/s² എന്ന് കൊടുക്കാം. ഇൻറ്റു ടൈം സ്ക്വയർ, ടൈം എത്രയാണ്? 50 സെക്കൻഡ് ആണ്. അപ്പോൾ 50 സെക്കൻഡ് സ്ക്വയർ എടുക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ 2250 മീറ്റർ എന്ന് വരും. അതായത് ബി എന്ന ട്രെയിന് ബി എന്ന പോയിന്റിൽ നിന്നും സി എന്ന പോയിന്റിലേക്ക് എത്താൻ 2250 മീറ്റർ ദൂരം എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടി, ഈ ഡിസ്റ്റൻസ് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഈ എസ് ബി മൈനസ് എസ് എ അല്ലേ? എസ് ബി മൈനസ് എസ് എ എന്ന് പറഞ്ഞാൽ 2250 മീറ്റർ മൈനസ് 1000 മീറ്റർ എന്നാണ്. അതിൻ്റെ ഉത്തരം നമുക്ക് 1250 മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ ആൻസർ. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അതിലൊരു ഡയഗ്രാം ഒക്കെ വരച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചോദ്യം വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.